I invite Dr. Abhirami Rajendran to share some health tips. A very good morning to all, respected Managing Director, Vice Chairman, Principal, Vice Principal, other dignitaries present, dear teachers, parents and all the little stars. ഞാൻ ഡോക്ടർ അഭിരാമി രാജേന്ദ്രൻ, ഡെന്റൽ സർജൻ ആണ്. ഇവിടെ UKG Bയിൽ പഠിക്കുന്ന ഐറക്കിരൻ്റെയും നേഹ കിരണിൻ്റെയും പാരൻ്റാണ്. അപ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ 1 year അക്കാഡമിക്സ് കഴിഞ്ഞു. അപ്പോൾ അവർക്ക് വെക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാരൻസിനും കുഞ്ഞുങ്ങൾക്കും കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഹെൽത്ത് ടിപ്സാണ് ഞാനിതിവിടെ ഷെയർ ചെയ്യുന്നത്. അതിന് മുന്നേ ആയിട്ട് ഈ ഗ്രാജുവേഷൻ സെർമണിയെ കുറിച്ച് ഒരു വാക്ക്. ഇപ്പം നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മളൊരു ഗ്രാജുവേഷൻ എന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മളുടെ കോളേജ് ലെവലിലാണ്. അപ്പോൾ ഇന്ന് പ്ലേ ക്ലാസ് മുതൽ ഇവിടെ ഒരു 3 years അല്ലെങ്കിൽ ഒരു 5 years എത്തി നിൽക്കുമ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതിൽ ഇന്ന് അവരെക്കാൾ കൂടുതൽ എന്നെപ്പോലെ തന്നെ നിങ്ങൾ ഓരോ പാരൻസും ആയിരിക്കും അതിൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത്. സോ ഓൺ ബിഹാഫ് ഓഫ് ഈച്ച് ആൻഡ് എവറി പാരൻറ്റ് അസംബിൾഡ് ഹിയർ, I thank the school management and all the dear teachers of foundation level 1 and 2. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് പാരൻസിൻ്റെ അടുത്താണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ വെതർ എങ്ങനെയാണെന്നുള്ളത്. ഇനിയിപ്പോൾ അവർക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഏപ്രിൽ മാസത്തിൽ ഡേ ടൈം എന്ന് പറയുന്നത് നല്ല ചൂടുള്ള സമയമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ പാരൻസ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഹൈഡ്രേറ്റഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പാരൻസിൻ്റെ അടുത്തും ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്തും കൂടിയാണ് പറയുന്നത്. അവർ ആവശ്യത്തിന് വെള്ളം ഒരു ദിവസം കുടിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അതിപ്പോൾ നമ്മൾ പാരൻസ് എന്തെങ്കിലും ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസിൽ നിങ്ങൾ ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്താണെങ്കിൽ പോലും എപ്പോഴും അവരെ ഒന്ന് ചോദിക്കണമെന്നില്ല ഇപ്പോൾ വെള്ളം വേണമെന്നോ. അപ്പം നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇവർ സ്കൂളിൽ കൊണ്ടുവരുന്ന അവരുടെ വാട്ടർ ബോട്ടിലിൽ നിങ്ങൾക്ക് വെള്ളം അവർക്ക് കൊടുക്കാം. അപ്പോൾ അവർ പുറത്ത് കളിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ അകത്തിരുന്ന് ഇൻഡോർ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്തോ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം. അപ്പോൾ നമുക്കറിയാൻ പറ്റും എത്ര എമൗണ്ട് വെള്ളം അവർ ആ ഒരു ബോട്ടിൽ വെള്ളം കുടിച്ചു എന്ന് നമുക്കറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് എന്തു പറയാം, ഫ്രൂട്ട്സ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതിപ്പോൾ ഫ്രൂട്ട് നമ്മൾ കൊടുക്കുമ്പം അങ്ങനെ തന്നെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങളുണ്ടാകും. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഇഷ്ടമാണെങ്കിൽ അത് നിങ്ങൾക്ക്, അതിപ്പോൾ ഗ്രാൻഡ് പേരൻസിനോട് കൂടിയായിട്ടാണ് ഞാൻ പറയുന്നത്, വർക്കിംഗ് ആയിട്ടുള്ള പേരൻസ് ഉള്ളിടത്ത് അപ്പോൾ ജ്യൂസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ അത് ഓൾട്ടർനേറ്റീവ്, അപ്പോൾ അതും അവരുടെ എന്ത് പറയുക ഒരു ഡെയിലി ഡയറ്റിൽ എല്ലാ ദിവസവും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മളുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ അവർക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും ഹെൽത്തി ഫുഡ് ഏതാണ് അൺഹെൽത്തി ഫുഡ് ഏതാണെന്നുള്ള ആൻസർ അവർക്കറിയാം. ബിക്കോസ് അവരത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വെക്കേഷൻ ടൈമിൽ അവർക്ക് കൂടുതലും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, ഹോം കുക്ക്ഡ് മീൽസ് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ കഴിവതും ജങ്ക് ഫുഡ് ഒഴിവാക്കുക. അപ്പം അങ്ങനെ പറയുമ്പോഴും ഇപ്പോൾ വെക്കേഷൻ സമയമാണ്, ഈ 2 മാസം എന്താ പറയുക സ്റ്റേക്കേഷൻസ് പ്ലാൻ ചെയ്ത പേരൻസ് ഉണ്ടായിരിക്കും. ഒരു 3 days അല്ലെങ്കിൽ 1 week ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത ഒരുപാട് പേര് കാണും. അപ്പം അങ്ങനെ പോകുമ്പം നമുക്ക് ഈ ഹോം കുക്ക്ഡ് മീൽസ് ഒന്നും ഒത്തിരി പോസിബിൾ ആവില്ല അല്ലേ. അപ്പോൾ ആ സമയത്ത് എന്തായാലും നമ്മൾ കോംപ്രമൈസ് ചെയ്തേ പറ്റൂ. ഇപ്പം ഞാനും ഒരുപാട് കുഞ്ഞുങ്ങളെ കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. ആ സമയത്ത് നമുക്ക് കുറച്ചൊക്കെ കോംപ്രമൈസ് ചെയ്യണം. എന്നിരുന്നാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്ട്രീറ്റ് ഫുഡ് അവർക്ക് കൊടുക്കാണ്ടിരിക്കുക. അതുപോലെ തന്നെ മന്തി ആയാലും ഫ്രൈഡ് ചിക്കൻ ആയാലും കുഞ്ഞുങ്ങളൊക്കെ കുറച്ച് പ്രിഫർ ചെയ്യും കഴിക്കാനായിട്ട്. അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ഡിപ്പുണ്ട്, മയോണൈസ് എന്ന് പറയുന്നത്. അത് അവരുടെ ഹെൽത്തിന് ഒട്ടും ബെനിഫിറ്റ് ചെയ്യാത്തൊരു സാധനമാണ്, വെറും ഓയിൽ മാത്രമാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ഡിപ്പ് മയോണൈസ് കൊടുക്കാതിരിക്കാനായിട്ട് നിങ്ങൾ പാരൻസ് ശ്രദ്ധിക്കണം. പിന്നെ ഡേ ടൈം ആണ്, നിങ്ങൾക്കറിയാം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂട്, അതായത് എക്സ്ട്രീം ഹീറ്റ് ആയിരിക്കും ഡേ ടൈമിൽ വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു 11 AM to ഉച്ച കഴിഞ്ഞിട്ടൊരു 3 PM വരെ ആ ഒരു ടൈം കുഞ്ഞുങ്ങളെ പുറത്തിറക്കി അവർ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിന് എൻഗേജ് ചെയ്യിപ്പിക്കാണ്ടിരിക്കുക. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു, അവർക്ക് 2 മാസം ഫൺ എൻജോയ്മെൻറ്റ് എല്ലാം വേണം. ബട്ട് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ എന്ത് പറയുക അവർ ആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ അവർ ആക്റ്റീവായിട്ടിരിക്കുക. നമ്മളുടെ മെയിൻ എയിം എന്ന് വെച്ചാൽ സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ച് കാർട്ടൂൺ കാണേണ്ടെന്നോ അല്ല, അതിനൊരു ടൈം കൊടുക്കാം, പക്ഷെ അത് മാത്രമാവരുത് ഒരു ദിവസം. സ്ക്രീൻ ടൈം കുറയ്ക്കുക,
അവർ ആക്റ്റീവായിട്ടിരിക്കുക. അതിന് ഏറ്റവും നല്ലത് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആണ്. ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റണ്ണിങ് ഗെയിംസ് ഉണ്ട്, സൈക്ലിംഗ് ചെയ്യാം, അതുപോലെ തന്നെ ഗാർഡനിങ്. വെള്ളത്തിൽ കളിക്കാനായിട്ട് ഇവിടെ ഇഷ്ടമല്ലാത്ത ഒരു കുട്ടികളും ഉണ്ടാവില്ല. അപ്പം നമ്മുടെ കൂടെ ഗാർഡനിങ്ങിൽ നമുക്ക് അവരെ കൂട്ടാം. അപ്പോൾ ശരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്ലോസ് ടു നേച്ചർ, ഒരു മദർ നേച്ചറിനെയും കൂടി അവർക്ക് അറിയാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടായിരിക്കും, ഇപ്പോൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് അധികം എന്താ പറയുക പോസിബിൾ അല്ലാത്ത കുഞ്ഞുങ്ങൾ, അവർക്ക് ഒരുപാട് ഇൻഡോർ ആക്ടിവിറ്റീസും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം കുഞ്ഞുങ്ങൾക്ക് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പസിൽ സോൾവിങ്, അതുപോലെ തന്നെ ക്ലേ മോഡലിംഗ്, അതൊക്കെ കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്ലേ ഒക്കെ നമുക്ക് ഓൺലൈനിൽ ഒത്തിരി മേടിക്കാനായിട്ട് കിട്ടും. പിന്നെ കളറിങ്, ഡ്രോയിങ്, പെയിൻറ്റിങ്. അപ്പോൾ ഇതുപോലെ ഇൻഡോർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. പിന്നെ റീഡിങ്, അവരെ കൊണ്ട് വായിപ്പിക്കാം, അവർക്ക് വായിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ പാരൻസ് സ്പെൻഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടൊരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി ടൈം ആയിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. അത് ഗ്രാൻഡ് പാരൻസ് ആയാലും അങ്ങനെ നമുക്കൊരു ഇമോഷണൽ ബോണ്ടിങ് ആണ് അവിടെ വർക്ക് ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇതുപോലെ തന്നെ ഇപ്പം പറഞ്ഞ ഇൻഡോർ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ ഇപ്പം നമ്മൾ വീടിനകത്തുനിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പം ഇവിടെ ഓൾറെഡി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ടായിരിക്കും, പാട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടായിരിക്കും, ഡാൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടായിരിക്കും, കരാട്ടെ. ഇപ്പോൾ പുതിയതായിട്ട് ചെയ്യാനായിട്ട് അവർക്ക് ആഗ്രഹമുള്ള ഫീൽഡ്സിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ പാട്ട് പഠിക്കണം അല്ലെങ്കിൽ ഡാൻസ് ചെയ്യണം, അങ്ങനെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും ഒരു ദിവസം കുറച്ച് ടൈം കണ്ടെത്തി അവർക്ക് വേണ്ടിയിട്ട് അതിനൊരു ടൈം കണ്ടെത്തി നിങ്ങൾ പാരൻസ്, മദർ അല്ലെങ്കിൽ ഫാദർ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് അവരെവിടെയാണെന്ന് വെച്ചാൽ അതിന് ആപ്റ്റായിട്ടുള്ള സ്ഥലങ്ങളിൽ അവരെ കൊണ്ടാക്കുന്നതും മറ്റൊരു നല്ല കാര്യമാണ്. ഇപ്പം നിങ്ങൾ പാരൻസും അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് കുഞ്ഞുങ്ങളുടെ കൂടെ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൂടെ തന്നെ ചെറിയതായിട്ടൊരു ഹെൽത്ത് റിലേറ്റഡ് കാര്യം കൂടി ഞാൻ പറയാം. പിന്നെ ഏറ്റവും ചെറിയൊരു എക്സാമ്പിളായിട്ട് പറയുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ കുഞ്ഞുങ്ങളിൽ എന്തെങ്കിലും ഹാബിറ്റ്സ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഹാബിറ്റ്സ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് തംസക്കിങ് പോലുള്ള ഹാബിറ്റ്, വിരൽ നുണയുന്നത്. അതൊരു 3 years വരെ, 3 വയസ്സ് വരെ നമ്മളത് നോർമലായിട്ടൊരു കാര്യമായിട്ടാണ് പറയുന്നത്. പക്ഷേ 3 വയസ്സിന് ശേഷമുള്ള തംസക്കിങ് അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അവർ വായ തുറന്നു കിടന്നാണ് ഉറങ്ങുന്നത്, അവർക്ക് മൗത്ത് ബ്രീത്തിങ് അവർ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അഡിനോയിഡ്സിൻ്റെ പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കണ്ട് ഡോക്ടറെ കണ്ട് റെക്ടിഫൈ ചെയ്യുക. കാരണം നമ്മൾ കൂടുതലും ഇൻട്രാക്ട് ചെയ്യുന്ന ഈ ഒരു സമയത്താണ് കുഞ്ഞുങ്ങളുമായിട്ട്, ഈ ഒരു വെക്കേഷൻ ടൈമിൽ. അതുപോലെ തന്നെ അവർ വായിക്കുമ്പോൾ, റീഡ് ചെയ്യുമ്പോൾ അവർ സ്ട്രെയിൻ ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ഹെഡേക്ക് പറയുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അവർ ചെറുതായിട്ട് പറയുന്നത് ഇപ്പം ഇവനൊരു പെയിൻ, എന്തെങ്കിലും ഒരു കാര്യം, ഒരു ബുദ്ധിമുട്ട് അവർ പറയുന്നുണ്ടെങ്കിൽ അത് കഴിവതും നെഗ്ലക്റ്റ് ചെയ്യാണ്ടിരിക്കുക. ബിക്കോസ് ഇത് ഞങ്ങളുടെ പ്രാക്ടീസിൽ നിന്ന് കണ്ടൊരു കാര്യമാണ്. ഇപ്പം ഈ പ്രായത്തിലുള്ള മക്കൾ, ഒരു 4, 5, 6 years ഉള്ള കുഞ്ഞുങ്ങൾ, ഞാൻ പറയുന്ന ചെറിയൊരു എക്സാമ്പിളാണ്, പല്ലുവേദനയായിട്ട് നമ്മുടെ അടുത്ത് വരും. അത് സിവിയറായിട്ട് അതിൻ്റെ അങ്ങ് അറ്റത്ത് നിൽക്കുന്ന സ്റ്റേജിലായിരിക്കും കുഞ്ഞുങ്ങൾ എത്തുന്നത്. ഈവൻ നീര് വരെ കാണും, സ്വെല്ലിങ് വരെ കാണും. ഒരു സമയത്ത് നമ്മൾ പാരൻസിൻ്റെ അടുത്തോ നമ്മൾ കുഞ്ഞുങ്ങളുടെ അടുത്തോ ചോദിക്കും, നിങ്ങൾക്ക് ഇത് എപ്പം മുതലാണ്, ഇതിന് മുന്നേ ഇത് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം അവർ പറയുന്ന ഇതിന് മുന്നേ 2-3 തവണ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർ ചെറുതായിട്ടൊരു കാര്യം പറയും, അവർക്ക് പെയിനാണ്, അത് എത്രത്തോളം അവർ സഹിക്കുന്നുണ്ടെന്നുള്ളത് മീൻസ് അതിൻ്റെ ലേറ്റസ്റ്റ് സ്റ്റേജ് എത്താനായിട്ട് നിങ്ങൾ പാരൻസ് വെയിറ്റ് ചെയ്യരുത്. ഇനീഷ്യലി തന്നെ എന്തെങ്കിലും ചെറിയ ഡിസ്കംഫർട്ടോ കാര്യങ്ങളോ പറയുന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ഡോക്ടറെ കണ്ടിച്ച് എന്ത് ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും, ബിക്കോസ് ദ ഹെൽത്ത് ഷുഡ് കം ഫസ്റ്റ്. എന്ത് ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളത് എന്താണെന്ന് വെച്ച് പ്രോപ്പറായിട്ട് കണ്ട് റെക്ടിഫൈ ചെയ്യുക. അപ്പോൾ ഈ ചൂടുകാലത്തെ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ചെറിയ ഹെൽത്ത് ടിപ്സ്. ഇനിയിപ്പോൾ നിങ്ങൾക്കറിയാം ഏപ്രിൽ കഴിഞ്ഞാൽ അടുത്ത മെയ് മാസം വരുമ്പോഴത്തേക്കും മഴക്കാലമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ എന്ത് വെതർ ആണെങ്കിലും അത് ചൂടാണെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം പോകും, മഴയാണെങ്കിലും അതതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് ചെല്ലും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കഴിഞ്ഞ വർഷം ഒരുപാട് വാട്ടർ ബോൺ ഡിസീസസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? മഴക്കാലത്ത് പകരുന്ന രോഗങ്ങൾ. അതിൽ നമുക്ക് സ്കൂളിൽ നിന്ന് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് കിട്ടിയതും ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷം ചർച്ച ചെയ്യപ്പെട്ടതും അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ചാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന പേരൻസ് ആണെങ്കിലും വീട്ടിലിരിക്കുന്ന സമയത്തായാലും ഇത് ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്നത് കെട്ടിക്കിടക്കുന്ന ജലസ്രോതസ്സുകളിൽ നിന്നാണെന്നുള്ളതും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ?
അപ്പം നിങ്ങൾക്ക് സേഫ് അല്ല, അൺസേഫ് ആണെന്ന് തോന്നുന്ന വാട്ടർ ബോഡീസിലേക്ക് കുട്ടികൾക്ക് ആക്സസ് കൊടുക്കാണ്ടിരിക്കുക. അതാണ് നമുക്ക് ആസ് പേരൻസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇതിന് 2-3 കേസസ് റിപ്പോർട്ട് ചെയ്തത് വീട്ടിലെ വാട്ടർ ടാങ്ക് അല്ലേ, ടാങ്കിൽ നിന്നും ഇത് സ്പ്രെഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഇയർലി എങ്കിലും ഒരു വർഷമെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ടാങ്ക് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതും നിങ്ങൾ പാരൻസ് ഉറപ്പ് വരുത്തണം. ഇനി ഡോക്ടർ ആൻറ്റിക്ക് സംസാരിക്കാനുള്ളത് ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളുടെ അടുത്തുമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇവിടെ 1 ഇയർ സ്കൂളിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ ഒരു സ്നാക്ക് ടൈം എന്ന് പറയുന്നത് ഇവിടുത്തെ 10 o'clock സമയമാണ് അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് മാത്രം അല്ലെങ്കിൽ ഒരു ദിവസം വളരെ കുറച്ചായിരിക്കും വരുന്നത്. അപ്പം നിങ്ങളിനി വെക്കേഷനാണ്, ഒരുപാട് ഔട്ട്ഡോറും ഇൻഡോറായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകുമ്പം നിങ്ങൾക്ക് സ്നാക്കിങ്ങിൻ്റെ ഫ്രീക്വൻസി ഇങ്ങനെ അങ്ങ് കയറും അല്ലേ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിക്കാം, പക്ഷേ കൂടുതലും ഹെൽത്തി ഫുഡ് ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്കൊരു ചോക്ലേറ്റ് കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം, ഒരു ബിസ്ക്കറ്റ് തിന്നണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. പക്ഷേ അതൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ എന്തായിരിക്കണം ചെയ്യേണ്ടത്? ഒരു ചോക്ലേറ്റ് കഴിച്ച് ഒരു ബിസ്ക്കറ്റ് കഴിച്ച പുറകെ നിങ്ങൾ മസ്റ്റായിട്ടും എന്ത് ചെയ്യണം? വാഷ് ചെയ്യണം. വെരി ഗുഡ്. നിങ്ങൾ വായ നല്ലോണം കഴുകി കൊടുക്കണം. അതിനിപ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയും പറയാൻ മറന്നു പോയാലും നിങ്ങൾ ആ കാര്യം ചെയ്യണം. ഒരു കുഞ്ഞ് ബിസ്ക്കറ്റോ ചോക്ലേറ്റോ എന്ത് കഴിച്ചാലും വായ നല്ലോണം കഴുകി കൊടുക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബ്രഷിംഗ് ആണ്. എല്ലാ ദിവസവും 2 നേരം 2 times a day ബ്രഷ് ചെയ്യാന്നുള്ളതാണ്. ഇവിടെ എത്ര കുട്ടികൾ എല്ലാ ദിവസവും 2 നേരം ബ്രഷ് ചെയ്യും? ഒന്ന് കൈമുട്ടിക്കേ. എല്ലാവരും ബ്രഷ് ചെയ്യാറുണ്ടോ? കീപ് ഇറ്റ് അപ്പ്. വെരി ഗുഡ്. അപ്പോൾ അതുപോലെ ഇനി ഇതിൽ ചെയ്യാത്ത കുട്ടികൾ, ചെയ്യുന്നവർ യു കീപ് ഡൂയിങ് ദാറ്റ്. ചെയ്യാത്ത ആൾക്കാർ ഇന്ന് മുതൽ എല്ലാ ദിവസവും 2 നേരം ബ്രഷ് ചെയ്യണം. അപ്പം അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങളുടെ പാൽപ്പല്ല് ഫോം ചെയ്യുന്ന 2 വയസ്സാണ്. ഈ 2 വയസ്സ് തൊട്ട് ഒരു 3.5 വയസ്സ് വരെ അവരിത് തന്നെ സ്വന്തം ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ പേരൻസിൻ്റെ റോളാണ് അവിടെ വരുന്നത്. അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസോ ആദ്യം അവർ നിന്ന് തരണമെന്നൊന്നുമില്ല. അവർ മടി കാണിക്കും, അവർ റിബലാകും. പക്ഷെ നമ്മൾ കൂടെ നിന്ന് കൊടുക്കുന്ന ആ ഒരു എഫേർട്ട് ഒരു 2 വയസ്സ് തൊട്ട് 3.5 വയസ്സ് വരെ അവരുടെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു 4, 5, 6 വയസ്സിൽ അവരത് തന്നെ ഒരു ഡിന്നർ, അവരുടെ ഒരു മീല് കഴിഞ്ഞിട്ട് തന്നെ ചെയ്യുന്ന ഒരു കുഞ്ഞുങ്ങളെ നമുക്ക് തീർച്ചയായിട്ടും കാണാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ഇനീഷ്യൽ എഫേർട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾ ഒരു പേരൻസും മടി കാണിക്കേണ്ട കാര്യമില്ല. ഇനി ലാസ്റ്റ് പറയാനായിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ പുറത്തുനിന്ന് കളിച്ചിട്ടൊക്കെ കയറി വരുന്ന സമയത്ത് കയ്യിൽ നിറയെ അണുക്കളുണ്ടാവും. അപ്പം കളിച്ചിട്ട് വരുന്ന സമയത്തും അതുപോലെ നിങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ആയിട്ടും ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, കൈയെല്ലാം പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ആയിട്ട് വെക്കുക. അത് നിങ്ങളുടെ മിസ്സുമാർ തന്നെ എങ്ങനെയാണ് അതിൻ്റെ ടെക്നിക്ക് എന്നുള്ളത് നിങ്ങൾ LKG പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ. മിസ്സുമാർ ഒരു പാട്ട് പാടി തന്നെയാണ് നിങ്ങളെ വാഷ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ ആ ഒരു കാര്യവും ചെയ്യണം. സോപ്പ് തേച്ച് നല്ലോണം കൈയൊക്കെ കഴുകി വൃത്തിയായിട്ടിരിക്കണം. അപ്പോൾ ഈ ചെറിയ ടിപ്സാണ് എനിക്ക് പാരൻസിനും കുഞ്ഞുങ്ങൾക്കുമായിട്ട് തരാനായിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ വേദിയിൽ ഇങ്ങനെ ഒരു ഹെൽത്ത് ടിപ്പ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് അവസരം നൽകിയ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ അടുത്തും നിങ്ങൾ ഓരോ ഇവിടുത്തെ ക്ലാസ് ടീച്ചർ എബിന മിസ്സിൻ്റെ അടുത്തും ഞാൻ എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. സോ വൺസ് അഗെയിൻ വിഷിംഗ് എ കളർഫുൾ and a healthy vacation to all the lovely kids. Thank you so much.